പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. 1903 ന്യൂയോർക്ക് ടൈംസ് എന്ന് പറയുന്ന മാഗസിനിൽ കവർ സ്റ്റോറിയായി പ്രിന്റ് ചെയ്തു വന്ന ഒരു വലിയ വാർത്തയുണ്ടായിരുന്നു. അത് രണ്ട് സഹോദരന്മാരെ കുറിച്ചുള്ള വാർത്തയായിരുന്നു. ആ വാർത്തയുടെ തലക്കെട്ട് ഒരു പുതിയ യന്ത്രം കണ്ടുപിടിക്കാൻ നന്നായി പ്രയാസപ്പെടുന്ന ബുദ്ധിശൂന്യരായ രണ്ട് സഹോദരന്മാർ എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ശീർഷകം തലക്കെട്ട് സൂചിപ്പിക്കുന്നത് പോലെ ബുദ്ധിശൂന്യരായ ഈ സഹോദരന്മാരെ കുറിച്ചറിയാൻ വലിയ ആകാംക്ഷയും കൗതുകവും ലോകമെമ്പാടുമുണ്ടായി. ന്യൂയോർക്ക് ടൈംസ് മാഗസിന്റെ ആ എഡിഷൻ ഒത്തിരി കോപ്പികൾ ചെലവായി. അനേകം ആളുകൾ ഈ സഹോദരന്മാരെ കുറിച്ച് വായിച്ചു. ഏതാണ്ട് 2 ആഴ്ച പിന്നിടുമ്പോൾ ബുദ്ധിശൂന്യരെന്ന് ന്യൂയോർക്ക് ടൈംസ് മാഗസിൻ വിശേഷിപ്പിച്ച ഈ 2 സഹോദരന്മാർ ചേർന്ന് ഒരു പുതിയ യന്ത്രം തയ്യാറാക്കി അതിലൂടെ അന്തരീക്ഷത്തിലൂടെ പറക്കാനായിട്ട് തുടങ്ങി. സകല ആളുകളെയും അമ്പരപ്പിച്ചുകൊണ്ടുള്ള ഏറ്റവും മഹത്തായ ഒരു കണ്ടുപിടുത്തമായിരുന്നു അത്. ആളുകൾ പരസ്പരം പിറുപിറുക്കാൻ തുടങ്ങി. ചിലർ അതിശയപ്പെട്ട് തലയിൽ കൈവയ്ക്കാൻ തുടങ്ങി. ചിലർ അത്ഭുത സ്തബ്ധരായി നിൽക്കാൻ തുടങ്ങി. കാരണം ഇതുപോലെ ഒരു യന്ത്രം ഇതുവരെയും അവർ കണ്ടിട്ടില്ല. ബുദ്ധിശൂന്യരായ സഹോദരന്മാരെന്ന് ന്യൂയോർക്ക് ടൈംസ് വിശേഷിപ്പിച്ച ഈ 2 പേരാണ് പിന്നീട് റൈറ്റ് സഹോദരന്മാർ എന്നറിയപ്പെട്ടത്. അവർ കണ്ടുപിടിച്ച യന്ത്രം വിമാനത്തിന്റെ ആദ്യത്തെ മാതൃകയായിരുന്നു. അന്തരീക്ഷത്തിലൂടെ അനേകം മൈലുകൾ അവർ സുരക്ഷിതമായി യാത്ര ചെയ്യാൻ തുടങ്ങി. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ ആരെയും എഴുതി തള്ളരുതെന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് അത് വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ഒരു പരീക്ഷയിൽ തോറ്റതിന്റെ പേരിൽ, ഒരു സംവാദത്തിൽ പരാജയപ്പെട്ടതിന്റെ പേരിൽ, ഒരു അഭിമുഖത്തിൽ തോറ്റുപോയതിന്റെ പേരിൽ, ഒരു അഭിപ്രായ പ്രകടനത്തിൽ തളർന്നുപോയതിന്റെ പേരിൽ, ചെയ്ത ജോലിയിൽ പരാജയപ്പെട്ടതിന്റെ പേരിൽ, ചെയ്ത പരിശ്രമം വൃഥാവായതിന്റെ പേരിൽ നാം എത്രയോ പേരെ കുറ്റപ്പെടുത്താറുണ്ട്. ജീവിതത്തിൽ എല്ലാത്തിനും ഒരു സമയമുണ്ട്. നന്മയ്ക്കായി ഒരു കാലം, വിജയത്തിനായിട്ടൊരു കാലം, പ്രയത്നഫലം ആസ്വദിക്കാൻ ഒരു കാലം, അധ്വാനത്തിന്റെയും നിതാന്തമായ പരിശ്രമത്തിന്റെയും ആഘോഷപൂർവമായ പരിണാമങ്ങൾ കൊണ്ടാടുവാൻ ഒരു കാലം, മനുഷ്യ ജീവിതത്തിൽ ധാരാളം വിസ്മയങ്ങളെ സർവേശ്വരൻ ഒളിച്ചു വെച്ചിട്ടുണ്ട്. കാലത്തിന്റെ തികവിൽ, സമയത്തിന്റെ പ്രയാണത്തിൽ കാലം തന്നെ അത് വെളിപ്പെടുത്തി തരും. അതുവരെയും ക്ഷമയോടെ കാത്തിരിക്കാൻ മനസ്സുണ്ടാവുക. പരിശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുക. പ്രതീക്ഷ കൈവിടാതിരിക്കുക. ശുഭാപ്തി വിശ്വാസിയായിരിക്കുക. തികഞ്ഞ മനസാന്നിധ്യത്തോടെ മുന്നോട്ടു പോകാനുള്ള ഉൾക്കരുത്തുണ്ടാവുക. ജീവിതത്തെ ആത്യന്തികമായ അത്ഭുതങ്ങളിലേക്കും വിസ്മയങ്ങളിലേക്കും വിജയങ്ങളിലേക്കും കൊണ്ടെത്തിക്കുന്നത് നമ്മളുടെ ദൃഢനിശ്ചയമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ശുഭാപ്തി വിശ്വാസമുള്ളവരായി, താൽക്കാലികമായ പരാജയങ്ങൾ തളർന്നു പോകാത്തവരായി, പ്രതീക്ഷകളോടെ, പ്രത്യാശയോടെ, പരിശ്രമങ്ങളോടെ മുന്നോട്ട് പോകാൻ സർവേശ്വരൻ നമുക്കെല്ലാം ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായൊരു പ്രഭാതകാലവും
അനുഗ്രഹീതമായ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നിത്യനാം ദൈവം തൻ അനുഗ്രഹശാലി